തൃശ്ശൂരിൽ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊന്നു, ഭർത്താവ് ജീവനെടുത്തത് സംശയം മൂലം. ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട് ഗൈസ്. ഈ വാർത്ത എന്താണെന്ന് ആദ്യം നോക്കാം. ഇതിനോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ. തൃശ്ശൂർ പരന്തരപ്പള്ളിയിലെ കുഞ്ഞുമോൻ്റെ ലോകം ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നു. വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലെങ്കിലും സന്തോഷത്തോടെയുള്ള ജീവിതം. അതിനിടെയാണ് കുഞ്ഞുമോനും ഭാര്യ ദിവ്യയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. തൃശ്ശൂരിലെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യയും ഒരു യുവാവുമായി അടുപ്പത്തിലാകുന്നു. കഴിഞ്ഞ ദിവസം ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതി അയാൾക്കൊപ്പം ബൈക്കിൽ പോകുന്നത് ഭർത്താവ് കുഞ്ഞുമോൻ കാണാനിടയായി. വൈകിട്ട് ദിവ്യ വീട്ടിലെത്തിയതോടെ ഭർത്താവ് ഇത് ചോദ്യം ചെയ്തു. പിന്നീടുണ്ടായ വാക്കുതർക്കത്തിനിടെ കുഞ്ഞുമോൻ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു മൊഴി. പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത്. ഇതാണ് സംഗതി. ഓക്കെ. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കട്ടോ. അതായത് അവൾ ചാകേണ്ടവൾ തന്നെ, കുഞ്ഞുമോനാണ് ശരി. ഇവിടെ കോടതി മനുഷ്യന്മാരുടെ അല്ലേ പൊതുസമൂഹത്തിൻ്റെ കോടതി വിധിച്ചറിഞ്ഞ് അവൾ ചാകേണ്ടവൾ തന്നെ, കുഞ്ഞുമോനാണ് ശരി എന്ന് വെച്ചാൽ ഇവിടെ ഈ ഔഹിതം, പെണ്ണിന് ഔഹിതം ഉണ്ടാവണം, അത് തെറ്റോ ശരിയോ എന്നല്ല കേട്ടോ എൻ്റെ വിഷയം. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു ക്രൈമാണ് നടന്നുള്ളത്, ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ തീവ്രത, ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ. ഇല്ല. അപ്പോൾ ആ ഒരു വിഷയത്തെ ആ തീവ്രതയിൽ അഡ്രസ്സ് ചെയ്യണതിന് പകരം ഇവിടെ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് അവിഹിതമാണ്, അപ്പോൾ അവളെ കൊല്ലാന്നാണോ എന്തുദ്ദേശിക്കുന്നത്? അവളോ അവൻ ആരായിക്കോട്ടെ, അവിഹിതം ഉണ്ട് എന്നുള്ളതുകൊണ്ട്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ വേറൊരാൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് ആളെ കൊല്ലാന്നാണോ? അങ്ങനെയൊരു ലൈസൻസ് നമുക്ക് തരുന്നുണ്ടോ? അവൾ ചാകേണ്ടവൾ തന്നെ എന്നൊക്കെ പറയുന്നത്. കുഞ്ഞുമോനാണ് ശരി, ഇത്ര അത് ശരി. കുഞ്ഞുമോന് വേറെ റിലേഷൻഷിപ്പ് ഇല്ലെന്ന് നമുക്കറിയോ? നമ്മൾ ഈ വാർത്ത മാത്രം വെച്ചിട്ടല്ലേ ഈ ഡയലോഗ് അടിക്കണത്? അത് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാറും കുഞ്ഞുമോൻ തംസൊക്കെ ചതിക്കുന്നത് ക്ഷമിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൊല്ലാന്നാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കണം. അതെ, ചതിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്, അപ്പോൾ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. അത് ശരി. ഡിവോഴ്സ് ചെയ്താൽ പോരെ? അതാണ്, അത്രയേ ഉള്ളൂ. ഡിവോഴ്സ് ചെയ്താൽ പോരെ? അപ്പോൾ ഭാര്യയ്ക്കും കാമുകനും അയാൾ ചിലവിന് കൊടുക്കേണ്ടി വരും. ഇതുപോലുള്ള കേസിന് ഡിവോഴ്സ് ഒന്നും കിട്ടൂല എന്ന്. 10 ലക്ഷം സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിക്കരുത്. അയ്യോ, വേറൊരുത്തർ 10 ലക്ഷം സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിക്കരുത്, ഇത് അവൾ ചത്തത് നന്നായി എന്നൊക്കെ വേറൊരുത്തർ. സംശയം വെറുതെ ഉണ്ടാകുമോ? ഇല്ല. വിശ്വാസവഞ്ചന, മറച്ചു പിടിക്കുന്ന പ്രകൃതി, ഇവയൊക്കെയാണ് പങ്കാളികളിൽ സംശയം ജനിപ്പിക്കുന്നത്. അവൾക്ക് കിട്ടേണ്ടത് കിട്ടി. ആ കൊച്ചുമകൻ്റെ കാര്യം കഷ്ടമായി. ആ മക്കളുടെ അവസ്ഥ ആലോചിച്ചത്. അച്ഛനും അമ്മയും ഒരാൾ മരിച്ചു, ഒരാൾ ജയിലിൽ. ആ മകൻ്റെ അവസ്ഥ ആലോചിച്ചു. 2 പേർക്കും ആ കുട്ടിയുടെ കാര്യമൊന്നും ഓർക്കാമായിരുന്നില്ലേ? കഷ്ടം. ഞാനൊരു കാര്യം വിട്ടത്, ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് സംശയങ്ങളോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂലേ? അല്ല, ഓരോരുത്തരും കുഞ്ഞ് വളർന്നു വന്നൊരു അന്തരീക്ഷം ചിലപ്പോൾ ഒരു പക്ഷേ അതൊന്നും പറ്റില്ല. ഒരു ഇമോഷൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ അവിടെ വയലൻസും ഒക്കെ നടന്ന് ആയിരിക്കാം. അപ്പോഴത്തെ ഒരു ഇതിലൊക്കെ ആയിരിക്കും പലതും നടക്കുന്നത്. ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് പലതായിരിക്കും. എന്തായാലും ഒരു കൊലപാതകം നടത്തിയ ഒരാൾ എന്തുകൊണ്ട് ആ ക്രൈമിൻ്റെ ഒരു ഡെപ്ത്, ഗ്രാവിറ്റിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് എൻ്റെ കൺസേൺ. അവൾ ചാകണം, അതന്നെ നല്ലതെന്ന്. നാട് മുടിയും അന്നും കൊല മാത്രം. നാട് മുടിയും എന്നും കൊല മാത്രം എന്ന്. ഇവളൊക്കെ എന്താ ഇങ്ങനെ കാണിക്കുന്നേ? സെയിൽസ് പടക്കാത്രേ, എന്താ പറയുക. ഇനി ഇത് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുത്തണ്ട് കേട്ടോ. അയ്യോ, ഞാൻ പറയില്ല. അവൻ പറയണത് ഇങ്ങനെയാണ്, ഇങ്ങനെ കൊലപാതകം ചെയ്ത് നിനക്കിപ്പോൾ അവൻ പറയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ ഞാൻ അപ്പം വിടും, അവളെ ഡിവോഴ്സ് ചെയ്യും, നിനക്ക് നിൻ്റെ വഴി, എൻ്റെ കാശൊന്നും ഇനി എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കും. അവൾ പിന്നെ എന്തോ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയണേ, എനിക്കിത് ചെയ്തത് കൊണ്ട് നിനക്ക് എന്താണ് ലാഭമുള്ളത്? നിൻ്റെ ലൈഫും കൂടി കയ്യിൽ നിന്ന് പോയില്ലേ? അവൻ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്താണ് ലാഭമുള്ളത്? നീ ഒരു മണ്ടനാണ്, നിൻ്റെ ലൈഫ് നീ തകർത്തു, ഇനി ജയിലിൽ പോയി കിടക്കാം, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് ഇവൻ ആ കൊലപാതകത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നില്ല. ഒരാളെ കൊല്ലാനുള്ള അവകാശം നമുക്ക് ഉണ്ടോ? ഒരാളെ കൊല്ലാനുള്ള അവകാശമുണ്ടോ? എന്തിൻ്റെ പേരിലായാലും ഒരാളെ കൊല്ലാനുള്ള അവകാശം നമുക്കുണ്ടോ? അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ ഈ സദാചാരക്കാരെ, അവിഹിതം എന്ന് പറയുമ്പോൾ അവിഹിതത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ കൊല്ലപ്പെടേണ്ടതാണ് എന്നുപോലും ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് പോവുക എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ. ഇത് ഭയങ്കര പ്രശ്നമാണിത്. പിന്നെ പലർക്കും ഇത് സംശയമായിരിക്കാം. ഇപ്പോൾ ഒരാൾ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എടാ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ കണ്ടു കേട്ടോ, നീ ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ. ഈ കുടുംബം തല്ലിക്കാൻ വേണ്ടി കുറേ ടീംസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ സംശയം മാത്രമാണെങ്കിലോ
ചിലപ്പോൾ ഒരു വെള്ളടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പറയണം നീ ശ്രദ്ധിക്കണ്ട അവനായിട്ട് കണ്ട അവൻ്റെ കോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എത്ര അവിടെ വേറത്തിൻ്റെ കൂടെ ബൈക്കിൽ പോകണം, അല്ലെങ്കിൽ നീ ഈ സമയത്ത് പോയൊക്കെ ബൈക്കിൽ കാണാം എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ട കാഴ്ചയിൽ ഇവരാണ്ട് വിശ്വസിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അത് ഭാര്യ എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവില്ലായിരിക്കും. കുടുംബം തല്ലിക്കാൻ വേണ്ടി കുറേ ടീംസ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ വേറൊരാളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് വിചാരിക്കും, കൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഡിവോഴ്സ് മൂവി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് കാര്യം, ഇതെന്താണ് ചെയ്തത്, എന്താണ് കാരണം എന്ന് അന്വേഷിക്കുക, കാര്യങ്ങളോ ഒരു ഹെൽത്തി കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ പലതും നമുക്ക് ചെയ്യാൻ പറ്റൂലേ. പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എത്തൂലോ. അതായത് അപ്പുറത്തെ ആളുടെ ടെമ്പർ തെറ്റും, ഇപ്പുറത്തുള്ള ആളുടെ ടെമ്പർ തെറ്റും, പിന്നെ നീ അന്ന് പണ്ട് ഇങ്ങനെ ചെയ്തില്ലേ, എനിക്കറിയാം നിന്നെ എങ്ങനെ പറഞ്ഞിട്ട് ബയാസ്ഡായിട്ട് സംസാരിക്കേണ്ടത്, അതുകൊണ്ട് പലതുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ബലമായ സംശയം ഇതാണ്, ഈ കോൺവെർസേഷന് പ്രാധാന്യമില്ല റിലേഷൻഷിപ്പുകളിൽ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പ്രശ്നത്തിൻ്റെ തീവ്രതയെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഇതാണ്, നമുക്ക് ഒരാളുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല തോന്നി വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ആ സാധനം ഉപേക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഈ വയലൻസിലേക്ക് കിടക്കുന്നത്? അതായത് ഒരുപാട് വഴികളുണ്ട്. ഒന്നല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നമുക്ക് ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ട് ഡിവോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് സെറ്റാവില്ല അതുകൊണ്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം, ഡിവോഴ്സിന് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിൽ ദേ ക്യാൻ പാർട്ട് വേയ്സ്, രണ്ട് വഴിക്ക് പോകാം. ഇപ്പോൾ മക്കളെ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും മക്കളെ നോക്കാമല്ലോ, നിയമപരമായ രീതിയിൽ എന്താ കാര്യം ചെയ്യുക, അതുകൊണ്ട് കൊല്ലുകയാണോ ചെയ്യുക? എന്നിട്ട് അതൊരു തെറ്റായിട്ട് ആളുകൾ എടുക്കണമില്ല. അപ്പോൾ എന്തതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി. എന്താ നിങ്ങളുടെ അഭിപ്രായം ഗൈസ്? നിങ്ങളുടെ പാർട്ട്ണർക്ക് വേറൊരാളോട് ഇഷ്ടമാണെന്ന് വിചാരിക്കുക, നിങ്ങളെന്താ ചെയ്യുക ഗൈസ്? അത്ര അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് വിചാരിക്കുക, നിങ്ങളെന്താ ചെയ്യുക ഗൈസ്? ഞാൻ കല്യാണം കഴിച്ചില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കിത് അറിയില്ല, ഞാൻ അതുകൊണ്ട് ചോദിക്കണതാണ്. അപ്പോൾ